കൊച്ചു ഇടി 4 മണിയായില്ലേ, നമുക്ക് ഉള്ളിവട ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളിവിടെ ഒരു മീഡിയം സൈസ് 3 ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇടണം. ആദ്യം നമുക്ക് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തീരെ പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ജിഞ്ചർ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലിയും പിന്നെ തീരെ പൊടിയായിട്ട് അരിഞ്ഞിരിക്കുന്ന നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ പോലും ഇല്ല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 2 തൊട്ട് 3 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 2 തൊട്ട് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഇനി നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഉള്ളിയുടെ അളവിനേക്കാൾ കൂടുതലാവരുത് നമ്മൾ എടുക്കുന്ന മാവ്. എപ്പോഴും ഉള്ളി ആയിരിക്കണം കുറച്ച് മുന്നിട്ട് നിൽക്കേണ്ടത്. മാവ് വലുതായിട്ട് ഇടരുത്. അപ്പം എന്നാലേ നമുക്ക് കറക്റ്റ് ആ ഉള്ളിവടയുടെ ടേസ്റ്റും പിന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ മാത്രമേ വെള്ളം ചേർക്കാവൂ. കാരണം ഉള്ളിയിൽ ഓൾറെഡി വെള്ളം ഉള്ളതാണ്. അതുകൊണ്ട് അത് മതിയാവും നമുക്കിതിന് വേണ്ടിയിട്ട്. വെള്ളം എക്സ്ട്രാ നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതെല്ലാം കൂടി ഉള്ളിവടയുടെ ഷേപ്പാക്കി എടുക്കാം. നമുക്ക് ഇനി ഓരോന്നായിട്ട് വറുത്തെടുക്കാം. നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്, ചട്ടി ചൂടായി. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ. ഒരു 2 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ കിടന്നിട്ട് നമുക്ക് നോർമൽ ഫ്ലെയിം ആക്കാം. അല്ലെങ്കിൽ ഉള്ളു വേവത്തില്ല, പുറം മാത്രം ഇങ്ങനെ കരിഞ്ഞതുപോലെ ഇരിക്കും. നമ്മുടെ ഉള്ളിവടയൊക്കെ നല്ല സെറ്റ് ആയിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം.